കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായ മേഘാലയ മർഡർ കേസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ഈ വീഡിയോ. മധ്യപ്രദേശിലെ ഇൻഡോർ നിവാസികളായ രാജ രഘുവൻഷി, സോനം എന്നിവർ വിവാഹിതരായത് മെയ് മാസത്തിന്റെ തുടക്കത്തിലാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ ഹണിമൂണിനായി മേഘാലയയിലെത്തുന്നു. എന്നാൽ ആ യാത്രക്കിടയിൽ വെച്ച് രണ്ടാളെയും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. ജൂൺ 2-ന് രാജ രഘുവൻഷിയുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയും സോനം മിസ്സിംഗ് ആയി തുടരുകയും ചെയ്തതോടെയാണ് കേസ് മറ്റൊരു തലത്തിലേക്ക് കടന്നത്. നിലവിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുകയും പ്രതികളെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ത്യയൊട്ടാകെ ഞെട്ടിത്തരിച്ചുപോയി. യഥാർത്ഥത്തിൽ എന്താണ് മേഘാലയ മർഡർ കേസിൽ സംഭവിച്ചത്? (2007) മുതൽ ഇൻഡോറിലെ സ്കൂളുകൾക്കും കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കും ബസ്സുകൾ വാടകയ്ക്ക് നൽകുന്ന രഘുവൻഷി ട്രാൻസ്പോർട്ടിന്റെ ഉടമയാണ് രാജ രഘുവൻഷി. കഴിഞ്ഞ മെയ് 10-നാണ് രാജ രഘുവൻഷിയുടെയും സോനത്തിന്റെയും വിവാഹം കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ രാജ ജീവനോടെയില്ല. അവരുടെ വിവാഹ ചടങ്ങിനിടെയുള്ള റീലുകളെല്ലാം ഇപ്പോൾ ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആണ്. അത്യാവശ്യം ആഡംബരത്തോടെ തന്നെയാണ് അവരുടെ വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ മേഘാലയയിലേക്ക് ഹണിമൂണിനായി എത്തി. ഇരുവരുടെയും കുടുംബം വളരെ സന്തോഷത്തോടെയാണ് അവരെ യാത്രയാക്കിയത്. എന്നാൽ മകനും മരുമകൾക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് അപ്പോഴറിയില്ലായിരുന്നു. മേഘാലയയിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ രഘുവൻഷി, സോനം എന്നിവർ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായി. ദമ്പതികളെ കാണാതായതോടെ അവരുടെ കുടുംബത്തിൽ വലിയൊരു ഭീതി പടർന്നു. ഉടനെ തന്നെ രാജയുടെ സഹോദരൻ മേഘാലയയിലെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതോടെയാണ് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത്. രണ്ടാളെയും കണ്ടെത്തുന്നതിനായി മേഘാലയ പോലീസ് SDRF സംഘവുമായി തിരച്ചിൽ ആരംഭിച്ചു. കാരണം വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴ പെയ്തതിനാൽ നിരവധി മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽപ്പെട്ടായിരിക്കും അവർ കാണാതായിരിക്കുന്നത് എന്നാണ് പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ ജൂൺ 2-ന് രാജയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ കഥ മാറി. വളരെ മോശം അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. മൂർച്ചയുള്ളൊരായുധം കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് പല സ്ഥലത്തായി വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. പിന്നീട് മർഡർ വെപ്പൺ വെട്ടുകത്തിയാണെന്നും കണ്ടെത്തി. ഇതോടെ ഇതൊരു സാധാരണ അപകട മരണമല്ല എന്നും ഒരു കൊലപാതകമാണെന്നും പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴും സോനം എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടുപേരുടെയും കുടുംബം വളരെയധികം ആശങ്കാകുലരായിരുന്നു. സോനത്തിനെയെങ്കിലും സുരക്ഷിതമായി തിരികെ ലഭിക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. നവദമ്പതികൾക്കും വിനോദസഞ്ചാരികൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ മേഘാലയ എന്നുള്ള രീതിയിൽ പോലും രാജ്യമെമ്പാടും ചർച്ചകൾ നടന്നു. കാരണം അവരെ കാണാതായ ആ ഒരു പ്രദേശം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറി എന്നുള്ള രീതിയിൽ പ്രചാരണം നടന്നിരുന്നു. മേഘാലയൻ ടൂറിസത്തിന് ഇത് തിരിച്ചടിയായി. ഇതേസമയം സോനം രഘുവൻഷിയെ കണ്ടെത്താൻ പോലീസ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ഡെഡ് ബോഡി ഇത്രയും മോശം അവസ്ഥയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സോനം ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പോലീസ് ചിന്തിക്കുന്നു. പക്ഷേ ജൂൺ 9-ന് കഥയുടെ ഗതി മാറി. സോനം രഘുവൻഷി അവളുടെ സഹോദരന്റെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തു. 17 സെക്കൻഡ് മാത്രമാണ് ആ കോൾ നീണ്ടുനിന്നത്. ആ 17 സെക്കൻഡാണ് ഈ കേസിന്റെ ഗതിയാകെ മാറ്റിമറിച്ചത്. എന്നാൽ അവൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ മേഘാലയ പോലീസ് സോനം രഘുവൻഷിയെ ഉത്തർപ്രദേശിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കാരണം സോനം രഘുവൻഷിയുടെ ആ 17 സെക്കൻഡ് കോളിന് ശേഷം സഹോദരൻ പോലീസിനെ ബന്ധപ്പെടുകയും സോനം എവിടെയാണെന്നുള്ള കാര്യം അവരോട് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം മധ്യപ്രദേശ്, UP, മേഘാലയ എന്നിവിടങ്ങളിലെ പോലീസുകാർ സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് സോനം രഘുവൻഷി പിടിയിലായത്. ഗാസിപൂരിലുള്ള ദാബിയിൽ നിന്നുമാണ് അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നത്. അത് കേട്ട് രാജ്യം മുഴുവൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. രാജ രഘുവൻഷിയുമായുള്ള വിവാഹത്തിന് മുൻപ് തന്നെ സോനം മറ്റൊരു പയ്യനുമായി അടുപ്പത്തിലായിരുന്നു. രാജ് കുഷ്വാഹ എന്നാണ് അവന്റെ പേര്. പോലീസ് കളക്ട് ചെയ്ത കോൾ ഡീറ്റെയിൽസിൽ നിന്നും സോനം രാജുമായി മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. രാജ രഘുവൻഷിയുമായുള്ള വിവാഹത്തിന്റെ വീഡിയോകൾ പരിശോധിച്ചാൽ സോനം സന്തോഷത്തോടെയല്ല ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കണം ആ വിവാഹം. എന്തൊക്കെയാണെങ്കിലും വിവാഹം കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സോനം രാജ രഘുവൻഷിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അവൾ ഈ കാര്യം കാമുകൻ രാജ് കുഷ്വാഹയെ അറിയിക്കുന്നു. അങ്ങനെയാണ് അവൻ 2 വാടക കൊലയാളികളെയും കൂട്ടി പദ്ധതി തയ്യാറാക്കുകയും
തുടർന്ന് രാജ രഘുവംശിയെ മേഘാലയയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സോനത്തിന്റെ കാമുകനും 2 കൂട്ടാളികളും ചേർന്ന് മേഘാലയയിലെത്തിയതിന് തെളിവുകളുണ്ട്. അവർ ആദ്യം പോയത് അസാമിലേക്കാണ്. അവിടെ നിന്ന് മേഘാലയയിലെത്തി. തുടർന്ന് രാജ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി. പക്ഷേ പഴുതുകളടച്ച പ്ലാനിംഗ് ഒന്നുമല്ല നടന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ പിടിക്കപ്പെട്ടു. നിലവിൽ ഈ 4 പേരും മേഘാലയ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വിവാഹത്തിൽ സോനം അസന്തുഷ്ടയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ രഘുവംശിയെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ല. രാജ് കുഷ്വാഹയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ തങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് സോനത്തിന്റെ വീട്ടുകാർ പറയുന്നത്. തങ്ങളുടെ മകൾ ഇത്രയും ക്രൂരമായൊരു പ്രവൃത്തി ചെയ്യുമോ എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും അവർ പറയുന്നു. എന്നാൽ സോനം രഘുവംശി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഹണിമൂൺ ട്രിപ്പിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. യാത്രയ്ക്കുള്ളതും താമസിക്കാനുള്ള ഹോട്ടലിന്റെയുമെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തത് സോനമാണ്. പക്ഷേ റിട്ടേൺ ടിക്കറ്റ് മാത്രം അവൾ ബുക്ക് ചെയ്തിട്ടില്ല. അതുപോലെ വിവാഹത്തിന് ധരിച്ച എല്ലാ ആഭരണങ്ങളും അവൾ കയ്യിൽ കരുതിയിരുന്നു. എന്നാൽ ഇതെല്ലാം എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് രാജ രഘുവംശിയുടെ പാരന്റ്സ് ചോദിച്ചപ്പോൾ എന്റെ ഭാര്യയ്ക്ക് ആഭരണങ്ങളിടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് രാജ അവരെ കൺവിൻസ് ചെയ്തു. യാത്രയുടെ എല്ലാ പ്ലാനിങ്ങും നടത്തിയത് സോനമാണ്. യാത്രാ ടിക്കറ്റുകളും ഹോട്ടലുമെല്ലാം ബുക്ക് ചെയ്തിട്ടും ടൂർ ഗൈഡിനെ മാത്രം അവൾ മനഃപൂർവ്വം ഒഴിവാക്കി. അവർ യാത്ര ചെയ്ത സ്ഥലങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ ഗൈഡിന്റെ സഹായം തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ ഒറ്റയ്ക്ക് പോവാനായിരുന്നു സോനം തീരുമാനിച്ചത്. അവൾക്കതിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ രഘുവംശിയും സോനവും ഹിന്ദി സംസാരിക്കുന്ന 3 ആണുങ്ങളുടെ കൂടെ നടന്നു പോകുന്നത് കണ്ടു എന്ന് മറ്റൊരു ടൂർ ഗൈഡ് പോലീസിന് നൽകിയ മൊഴിയും നിർണായകമായി. സോനം രഘുവംശി സഹോദരനെ ഫോണിൽ വിളിക്കുകയും അവൾ കൊലപാതകം നടത്തിയ വിവരം തുറന്നു പറഞ്ഞു എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ തുടർന്നാണ് സഹോദരൻ പോലീസിനെ വിളിച്ചതും ഉത്തർപ്രദേശിൽ വെച്ച് സോനവും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടതും.